ബംഗ്ലാദേശ് ടി20യിൽ തകർത്തടിച്ചിരിക്കുകയാണ് സഞ്ജുവും റിങ്കു സിംഗും. ഇന്ത്യയുടെ ബാറ്റിംഗ് കണ്ട് ബംഗ്ലാദേശ് ശരിക്കും പേടിച്ചുപോയി. ടെസ്റ്റ് പരമ്പര ഇന്ത്യ നേടി, ടി20 പരമ്പരയും ഇന്ത്യ തന്നെ നേടുമെന്നത് ഉറപ്പാണ്. അതുപോലത്തെ പ്രകടനമാണ് ഇന്ത്യൻ താരങ്ങൾ കാഴ്ചവെക്കുന്നത്. പ്രത്യേകിച്ച് സഞ്ജുവിൻ്റെ വെടികെട്ട് ബാറ്റിംഗ് ആണെന്ന് കാണാൻ സാധിച്ചത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സഞ്ജുവിന് വലിയ അവസരങ്ങളാണ് ഗംഭീർ കൊടുക്കുന്നത്. ഋഷഭ് പന്തിനെ പോലും ടി20യിൽ നിന്ന് മാറ്റിയാണ് സഞ്ജുവിനെ മെയിൻ കീപ്പർ ആക്കിയിരിക്കുന്നത്. ഈ സൺഡേ രാത്രി 7 മണിക്കാണ് ആദ്യത്തെ ടി20. അതിനു മുന്നോടിയായിട്ട് ഇന്ത്യൻ താരങ്ങൾ പരിശീലന മത്സരം കളിച്ചിരിക്കുകയാണ്. ഇന്നത്തെ മാച്ചിൽ തകർത്തടിച്ചത് സഞ്ജുവും റിങ്കു സിംഗുമാണ്. സഞ്ജു ഇന്ന് ഓപ്പണിങ്ങിലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. സഞ്ജുവും അഭിഷേക് ശർമ്മയുമാണ് ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത്. രണ്ടുപേരും വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത്. പ്രത്യേകിച്ച് സഞ്ജുവിൻ്റെ കളി. സഞ്ജു വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ടി20 കളിച്ചിരിക്കുന്നത്. അവസാനത്തെ 2 ടി20യിൽ സഞ്ജു ഡെക്കിലാണ് പുറത്തായത്. പിന്നീട് സഞ്ജു ദുലീപ് ട്രോഫിയിൽ സഞ്ജുവിൻ്റെ ബാറ്റിംഗ് ശൈലി തന്നെ മാറ്റിയിരുന്നു. ഇപ്പോഴത്തെ സഞ്ജു പുതിയ രീതിയിലാണ് ബാറ്റ് ചെയ്യുന്നത്. സഞ്ജു തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി ബാറ്റിംഗ് ശൈലിയിൽ മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ്. അത് ഇന്നത്തെ മാച്ചിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സഞ്ജു തകർത്തടിക്കുന്ന വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പരിശീലനത്തിൽ ഇങ്ങനെ കളിക്കുന്ന താരം ശരിക്കുമുള്ള മാച്ചിൽ വെടിക്കെട്ട് ബാറ്റിംഗ് പുറത്തെടുക്കുമെന്നത് ഉറപ്പാണ്. ഈ സൺഡേയാണ് മത്സരം. അതുകൊണ്ട് ആരാധകർ ആവേശത്തോടു കൂടിയാണ് ടി20ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ഒരുപാട് കാലമായി ഒരു ടി20 മത്സരം കണ്ടിട്ട്. ബംഗ്ലാദേശ് ഇന്ത്യക്ക് ഒരു എതിരാളി പോലും ആയിരിക്കില്ല. ഇന്ത്യൻ ടീം തകർത്തടിക്കുമെന്നത് ഉറപ്പാണ്. ബംഗ്ലാദേശിനെതിരെ ഇന്ത്യക്ക് കണക്കുകൾ തീർക്കാനുണ്ട്. ഇന്നത്തെ മത്സരത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു പേര് റിങ്കു സിംഗിൻ്റെതാണ്. ഒരു ഫിനിഷർ എങ്ങനെയായിരിക്കണമെന്നത് റിങ്കു സിംഗ് ശരിക്ക് കാണിച്ചു തന്നു. അതുകൊണ്ട് ടി20യിൽ റിങ്കു സിംഗിൻ്റെ ഒരു വെടിക്കെട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടി20ക്ക് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.